ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കലം എടുത്ത് സ്റ്റീൽ കലം വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചു, അത് തിളയ്ക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വെജിറ്റബിൾസ് ഇച്ചിരി കൂടുതലുണ്ട് എനിക്ക്, കാരണം ഞാൻ മോന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ കുറച്ച് പനീർ ക്യൂബ്സ് ഉണ്ട്. അതുപോലെ ചെറിയ ഒരു 2 പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇത് ഞാൻ വേറെ ആവശ്യത്തിന് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതുപോലെ 2 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ 2 മല്ലിയിലയും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കറുവാപ്പട്ടയുടെ 2 കഷ്ണം, 5 പീസ്, 5 എണ്ണം നമ്മുടെ ഗ്രാമ്പൂ, ഇത്രയുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ അതുപോലെ ഞാനിവിടെ വേറൊരു സാധനം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഉരുക്ക് നെയ്യ്, നമ്മുടെ വീട്ടിലെടുത്തേക്കുന്ന തന്നെ നെയ്യാണിത്. അപ്പം ഇതുവഴി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്തേക്ക് ഇതിനകത്തേക്ക് ഞാൻ കറുവാപ്പട്ടയും ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ബേ ലീഫ് ഉള്ളവർക്ക് ബേ ലീഫും ഇടാം ഈ കൂട്ടത്തിൽ. ഇപ്പം ഞാൻ ബേ ലീഫ് ഇല്ലാത്തതുകൊണ്ട് അതിടുന്നില്ല. പകരം ഇനിയും ചേർക്കാൻ പോകുന്നത് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്ക്കകത്തുനിന്ന് 1 സ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വെള്ളത്തിലേക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ആ ചൂട് വെള്ളത്തിലേക്കാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ ബിരിയാണിയുടെ അരി ഇടുന്നതിന് മുമ്പായിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. അപ്പം നെയ്യ് ചേർത്തു, ഇനിയും ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തു. അതൊന്ന് ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി ഒന്ന് ഇതായി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് 2 ഏലക്കയാണ്. അപ്പം ഇങ്ങനെ ഇത് 2 എണ്ണവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഞാൻ ഇടുകയാണ്. നമ്മുടെ നെയ്യൊക്കെ ഇതിനകത്തൊന്ന് ഉരുകി വന്നിട്ടുണ്ട് വെള്ളത്തിൽ, കണ്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന അരി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അരി. അപ്പം ഇതാണ് ഞങ്ങൾക്കിവിടെ റിലയൻസിൽ നിന്ന് ഞാൻ മേടിക്കുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ബിരിയാണി അരി. ചെറുതാണ്, പക്ഷേ പൊലിമ കൂടുതലുമായിരിക്കും ഇതിന്. അപ്പം ഈ ഒരു അരിയാണ്. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഒരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ച അരിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേകുന്നത് വരെ നമുക്ക് നോക്കാം. ഒത്തിരി, കാരണം ബിരിയാണി അരിയാണ്, ഇത് പെട്ടെന്ന് വേകും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കണം. നന്നായി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിയുമ്പോൾ ഈ കുറച്ചുകൂടി ഈസി ആയിട്ട് പെട്ടെന്ന് ഇത് വേവും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വേവ് നോക്കുക. അപ്പോൾ ഇതൊന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാത്രം അടുപ്പിൽ വെച്ചു, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ചതച്ചത് ചേർത്തു. പിന്നെ നമ്മുടെ സവാളയാണ് ചേർക്കുന്നത്. അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് സൗണ്ട് കുറവായിരിക്കും, എല്ലാവരും ക്ഷമിക്കുക, ഒച്ചയടപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒണിയനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യ്, ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട്, പിന്നെ സവാള അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത്. ഇനി വെളുത്തുള്ളി ഉപയോഗിക്കുന്നവർക്ക് വെളുത്തുള്ളി ഈ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാൻ പനീർ ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരണം നമുക്ക്. പിന്നെ ക്യാരറ്റ് ചെറിയുള്ളതാണ്. അപ്പം ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ചേർക്കാൻ പോകുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറില്ലേ, അതും ചേർത്ത് കൊടുത്തു.
ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ ബീൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം എടുത്ത് വെച്ചതിനകത്ത് ബീൻസ് കാണിച്ചിട്ടില്ല, ബീൻസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ബീൻസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബീൻസും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞല്ലോ, പൊട്ടറ്റോ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി ബീൻസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ പീസസും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് പൊട്ടറ്റോ എടുത്തേക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിലും ഇച്ചിരി ചെറിയ പീസസ് ആക്കാറുണ്ട് വേകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് തന്നെ എല്ലാം നല്ല ടേസ്റ്റ് വേണം. ഒത്തിരി വലിയ മെലിച്ച് കിടക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല. പക്ഷേ എന്നാലും ഞാൻ ഇത്രയും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇത്രയും വലിയൊരു പീസിലെടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ പൊട്ടറ്റോ പീസസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കഷ്ണങ്ങൾക്ക്. ജസ്റ്റ് ഇത് മാത്രം നെയ്ക്കകത്ത് ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അല്പം നേരവും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പൊടികളും കൂടെ ചേർക്കുകയാണ്. അപ്പം ആദ്യം ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഈ കഷ്ണത്തിനുള്ള മഞ്ഞളാണ് ചേർത്തിരിക്കുന്നത്. ഇനി ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇത്രയും ഉപ്പ് ഞാൻ ഈ കഷ്ണത്തിന് വേണ്ടി മാത്രമുള്ള ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമുക്കൊന്ന് നോക്കാം. ഇവിടെ വേഗം വെച്ചിരുന്നല്ലേ. നമുക്ക് ഒരു പരുവായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ വേവ് ഒത്തിരി കൂടി പോയാൽ കുഴഞ്ഞു പോകും. ഇപ്പം നമ്മുടെ അരി പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോകാതെ ഇത് എന്നിട്ട് നിരത്തിയിടണം. ഞാനിപ്പോൾ ഈ കലത്തിൽ വെച്ചത് എനിക്ക് വാർക്കാനുള്ള എളുപ്പത്തിനാണ് കലത്തിൽ തന്നെ വെച്ചത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞെക്കി വെക്കുമ്പോൾ പ്രസ്സാവും. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോകല്ലേ. അതിന് മുമ്പായിട്ട് നമ്മളിത് ഓഫാക്കുക. ഇനി ഇത് വാർത്തിട്ട് വെള്ളം ഊറിക്കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതൊന്ന് വാർത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലകളും കൂടെ ചേർത്ത് വെക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് മസാലകൾ മറ്റുള്ള ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ ഞാനിവിടെ അത് ചേർക്കുന്നില്ല. പകരം ഞാൻ നമ്മുടെ വീട്ടിലുള്ള മസാലകൾ തന്നെയാണ് ചേർക്കാൻ പോകുന്നത്. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് പെരിഞ്ചീരകം ഇടേണ്ടവർക്ക് അത് വറുത്ത് പൊടിച്ച് അത് വേണമെങ്കിൽ ഇടാം. അപ്പം ഞാൻ പെരിഞ്ചീരകം ഒന്നും ഞാനിവിടെ ചേർത്തിട്ടില്ല. അപ്പം കുരുമുളക് പൊടി ഇട്ട് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടാൻ പോകുന്നത് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയാണ്. അപ്പം മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇത്രയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഇടുന്നില്ല കേട്ടോ, എല്ലാം വളരെ കുറേശ്ശെ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക. ആവിയിൽ തന്നെ വേവിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. അല്ലാതെ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കുന്നതാണ്. ഇപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അഥവാ അടിക്ക് പഠിക്കുകയാണെങ്കിൽ ഒരല്പം നെയ്യ് ഇച്ചിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് വെച്ചിട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇച്ചിരി ഇനി അഥവാ ഇങ്ങനെ അടി പിടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പക്ഷെ അതിലും നല്ലത് ആവിയിൽ വെച്ച് തന്നെ വേകുന്നതാണ് നല്ലത്. അപ്പം തീ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആവിയിലിരുന്ന് ഇത് വേകണം. ഇപ്പം ഞാൻ അടിയിൽ ഇതൊന്ന് മാറാൻ വേണ്ടി മാത്രം ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ആവിയിൽ തന്നെ ഇതിരുന്ന് വേകണം, എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇത് ആവിയിൽ തന്നെ വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചോറിവിടെ വെന്തിരിപ്പുണ്ട്. കണ്ടോ, വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് നല്ല പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ട് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. നിരത്തി ഇടണം ഇത്, അല്ലെങ്കിൽ ആ ആവി വെള്ളവും കൂടി ഇരുന്നിട്ട് അത് ഒന്നുകൂടി അങ്ങ് കുഴഞ്ഞു പോകും. അപ്പം കുഴഞ്ഞു പോകാനായിട്ട് അനുവദിക്കില്ല. ഇതിന് മുമ്പായിട്ട് നമ്മൾ ഇത് വാർത്തെടുക്കണം. വാർത്തിട്ട് നിരത്തിയിടുക. എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറിവിടെ. അത് ബിരിയാണിക്കാണെങ്കിലും ഫ്രൈഡ് റൈസിനാണെങ്കിലും ഒക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ആവി ഉണ്ടെങ്കിൽ
അതങ്ങ് പൊക്കോളും. ആവി വെള്ളം ഉണ്ടെങ്കിൽ, ആവി വെള്ളം ഇപ്പം ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മൾ ഈ റൈസ് വേവിച്ചപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസിന് ആവശ്യമുള്ളത് മാത്രം മറ്റേതിൽ മതി, വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ മതി. അപ്പം ഇത് നമുക്ക് ഈ വെജിറ്റബിൾസ് ഇവിടെ ഞാൻ അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഇത് കൂട്ടാൻ ആവശ്യമുള്ള രീതിയിലുള്ള മല്ലിയില ചേർക്കുക. ഇനി മല്ലിയില ഇഷ്ടമില്ലാത്തവർ വേണ്ടാന്ന് വെച്ചേക്കണം. അപ്പം ഞാനിവിടെ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് ഇളക്കി കൊടുക്കുക. ഓക്കെ, തീ കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് അടിക്ക് പിടിക്കും. അതുപോലെ ഇതിട്ടിട്ടെങ്കിലും പോകാതെ നോക്കുക. അപ്പം ഞാനിന്ന് ഇട്ടിട്ട് പോയത് കൊണ്ടാണ് എനിക്കിപ്പം ചെറുതായിട്ടൊന്ന് അടിക്ക് പിടിച്ചു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ഒത്തിരി അങ്ങ് വേവിച്ച് കുഴയ്ക്കുകയും ചെയ്യരുത്. ഇപ്പം വെന്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1-2 സ്പൂൺ തൈര്, അത് പുളി അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇവിടെ അത്യാവശ്യം പുളിയുള്ള തൈരാണ്. അപ്പോൾ ഒത്തിരി ഞാൻ അങ്ങോട്ട് ചേർക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ 1 സ്പൂൺ തൈര്, ഞാൻ ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ചേർക്കുകയാണ്. ഇത്രയും തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുളി എത്ര വേണോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി അങ്ങോട്ട് ചേർക്കുന്നില്ല, അപ്പം ഇത്രയും ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കഷ്ണം ഒന്ന് അത്യാവശ്യം വെന്തതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. ഉടഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പം നന്നായിട്ട് വേകുകയും വേണം താനും. ആ ഒരു പരിവം വേണം, വെന്തിരിക്കണം കഷ്ണങ്ങളൊക്കെ. അപ്പം ആ ഒരു രീതി. എന്നിട്ട് തൈരും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്നുകൂടെ കുറച്ച് നേരം വെക്കുക. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ റൈസുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ വെന്തിരിപ്പുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫാക്കി. അപ്പോൾ ഇതൊന്ന് ചൂടാറായതിന് ശേഷം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതിനൊന്ന് ആറിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഓരോരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുമായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വിടാം. ഇതേപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. ആ വെജിറ്റബിൾസ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ റൈസുമായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഫുൾ റൈസും നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. റൈസും വെജിറ്റബിൾസും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിവിടെ ഇരുന്ന് ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി സെറ്റാകും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് ഒരു സാധനം കൂടെ ചെയ്യാനുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി ടേസ്റ്റ് കൂടുതലാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഒണിയൻ ഫ്രൈ ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിലിടും. അതുപോലെ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ കാഷ്യൂ നട്ടും, നമുക്ക് അതുപോലെ കിസ്മിസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഞാനിപ്പം ഒണിയനും കൂടെ ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്ത് ഇടാൻ പോവാണ്. ഓക്കെ, അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇടയ്ക്കൊന്ന് ചൂടൊന്ന് പോകാൻ വേണ്ടി ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പം ഞാൻ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ആ മുകളിൽ കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. കാഷ്യൂവും കിസ്മിസും അതുപോലെ തന്നെ ഇവിടെ കറുത്ത മുന്തിരിയായിരുന്നു ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒണിയൻ ഫ്രൈ ചെയ്ത് അതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ. ഇനി മല്ലിയില വേണ്ടവർക്ക്, കൂടുതൽ വേണ്ടവർക്ക് ഇതിനകത്തിടാം. ഞാൻ ഓൾറെഡി ആ കഷ്ണങ്ങളൊക്കെ വേകാൻ നേരത്ത് അതിനകത്ത് ഇട്ടത് കൊണ്ട് വേറെ ഇടുന്നില്ല. ഇപ്പം അല്ലാതെ നിങ്ങൾക്ക് ഇടേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അരിഞ്ഞ് ഇട്ട് ചേർക്കാവുന്നതാണ്.
അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മസാലകളിലേക്കാട്ടിലും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ശുദ്ധമായിട്ടുണ്ടാക്കിയ പൊടികൾ ഉപയോഗിച്ച് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള വീഡിയോസും കൂടെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.